നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അധികം ആരും കൃഷി ചെയ്യാത്ത ഒരു വിളയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെള്ളരി വർഗ്ഗ വിളകളിൽപ്പെട്ട ചൗചൗ എന്ന പച്ചക്കറിയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ചൗചൗവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ അധ്വാനം മതി, അതുപോലെ തന്നെ മുതൽ മുടക്കും വളരെ കുറഞ്ഞ രീതിയിലും മതി. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ ചൗചൗവിൻ്റെ ഒരു വള്ളി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കായ്കൾ ധാരാളമായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല പോഷകങ്ങളും ഈ ചൗചൗവിൽ അടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ചും വൈറ്റമിൻ എയും സിയും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു പച്ചക്കറി വിളയാണ് ചൗചൗ. ഇനി നമുക്കിതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് നോക്കാം കേട്ടോ. ഇത് എപ്പോഴാണ് നടേണ്ടതെന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറഞ്ഞാൽ. മറ്റ് സമയങ്ങളിലും നടാം, പക്ഷേ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളാണ്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും നല്ല നീർവാർച്ചയുള്ളതുമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. ഇപ്പോൾ ഗ്രോ ബാഗിൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. തണലുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടത്തില്ല. ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 ചെടികൾ തമ്മിൽ അകലം പാലിക്കുന്നത് നല്ലതാണ്. അതായത് 2 വരികളിൽ തമ്മിൽ 3 മീറ്ററിൻ്റെ അകലം വേണം. അതുപോലെ ഒരു വരിയിൽ തന്നെയുള്ള 2 ചെടികൾ തമ്മിൽ 2 മീറ്ററിൻ്റെ അകലവും പാലിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അകലം വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം കുഴികളെടുക്കണം. കുഴികളെടുക്കുമ്പോൾ 1.5 അടി വീതിയും ആഴവും നീളവും ഉള്ള കുഴികൾ വേണം എടുക്കാൻ. എന്നിട്ട് ഈ കുഴികളിൽ നമ്മൾ വിത്ത് നടുന്നതിന് 2 ആഴ്ച മുന്നേ ആയിട്ട് 1/2 കിലോ കുമ്മായം എല്ലാ കുഴികളിലും ഇടുക. ഇട്ടിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നനവ് കൊടുത്ത് ഇട്ടേക്കുക. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചൗചൗവിൻ്റെ വിത്ത് നടാവുന്നതാണ്. ചൗചൗവിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റുള്ള പച്ചക്കറി വിളകളിൽ വിത്ത് നമ്മൾ പറിച്ചെടുത്തിട്ടായിരിക്കും അത് നടുക. ഇതെന്ന് പറഞ്ഞാൽ കായ് തന്നെയാണ് വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നടാനുള്ള വിത്ത് എങ്ങനെ സംഘടിപ്പിക്കുമെന്നായിരിക്കും അടുത്ത നമ്മുടെ ചിന്ത. അതിന് വേറെ ഒരിടത്തും പോകേണ്ട, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചൗചൗ എടുത്ത് നട്ടാൽ മതി കേട്ടോ. അപ്പം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുള്ള കായ്കളായിരിക്കണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുള പൊട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഈ ചൗചൗവിൻ്റെ ആ മെലിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, കായുടെ മെലിഞ്ഞ ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അതായത് തണ്ടുള്ള ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു 2 ആഴ്ചയോളം കഴിയുമ്പോൾ അതിൽ മുള പൊട്ടി തുടങ്ങും. അങ്ങനെ മുള പൊട്ടി 20 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മണ്ണിൽ നടാവുന്നതാണ്. അപ്പോൾ നടുമ്പം ചരിച്ച് നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ കുത്തനെ വയ്ക്കാതെ കുറച്ച് ചരിച്ച് വയ്ക്കുക കുഴികളിൽ. അപ്പോൾ ഈ കുഴികളിൽ ഇത് നടുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ കുമ്മായി ഇട്ടിട്ടുണ്ടല്ലോ, കുമ്മായി ഇട്ടതിന് ശേഷം ജൈവവളം നന്നായിട്ട് ചേർത്തതിന് ശേഷം വേണം ചെടികൾ നടാനായിട്ട്. അപ്പം ജൈവവളത്തിൻ്റെ കൂടെ കുറച്ച് രാസവളങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. എത്രയാണെന്ന് വെച്ചാൽ 250 ഗ്രാം യൂറിയ, 500 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 500 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. ഇങ്ങനെ ഈ 3 സാധനങ്ങളും പിന്നെ ഏകദേശം ഒരു 10 കിലോയോളം ജൈവവളവും കൂടെ ഈ കുഴികളിൽ നിറച്ചിട്ട് വേണം നമ്മൾ ചെടികൾ നടാനായിട്ട്. ഇപ്പോൾ ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ 1 കിലോ ജൈവവളം, അതിൻ്റെ ഒപ്പം തന്നെ ഓരോ പിടി യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും MOP ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മണ്ണിലാണെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ 250 ഗ്രാം യൂറിയൊക്കെ ഇട്ട് കൊടുക്കാവൂ. ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ കുറേശ്ശെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നടുമ്പോഴത്തേക്കും 1 പിടി യൂറിയ, 1 പിടി സൂപ്പർ ഫോസ്ഫേറ്റ്, 1 പിടി MOP എന്നുള്ള നിലയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഓരോ സ്പൂണിൽ യൂറിയയും സൂപ്പർ ഫോസ്ഫേറ്റും മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്കും മാസത്തിൽ 1 തവണ എന്നുള്ള നിലയിൽ ഇത് വളത്തിൻ്റെ പ്രയോഗം കുറച്ച് കൊണ്ടുവരാം. ഇത് പടർന്ന് വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ പന്തലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-5.5 അടി ഉയരത്തിൽ പന്തലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് വളർന്നോളും. പിന്നെ
ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ 2-3 വർഷം നിൽക്കും. അപ്പോൾ നട്ട് 2-ാം വർഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു വർഷത്തെ വിളവെടുത്തതിന് ശേഷം ഈ തണുപ്പ് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തണം. പ്രൂൺ ചെയ്യുക എന്ന് വെച്ചാൽ മണ്ണിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 1-1.5 മീറ്റർ മുകളിൽ വെച്ചിട്ട് തറനിരപ്പിൽ നിന്ന് 1 അടി ഉയരത്തിൽ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക. കട്ട് ചെയ്ത് വിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 250 ഗ്രാം യൂറിയയും ചോട്ടിലിട്ട് കൊടുക്കുക, മണ്ണിലാണ് നമ്മൾ നട്ടിട്ടുള്ളതെങ്കിൽ. അതുപോലെ തന്നെ പിന്നെ ഒരു 250 ഗ്രാം യൂറിയ ഇട്ട് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെടികൾ പൂക്കാൻ തുടങ്ങുന്ന സമയത്തും നമ്മൾ 250 ഗ്രാം യൂറിയ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കണക്കിന് മാത്രം വളം ചെയ്ത് പോയത്. നിലത്ത് നടുന്ന ചെടിക്കുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ യൂറിയ പ്രൂൺ ചെയ്തതിന് ശേഷം കൊടുക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു സ്പൂൺ യൂറിയ കൊടുക്കുക. പിന്നെ വെള്ളം ഒരിക്കലും ഇപ്പം ഗ്രോ ബാഗിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അതിൽ നിന്ന് ഒലിച്ച് താഴത്തെ ഹോളിൽ കൂടെ പുറത്ത് ചാടി പോകാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മൊത്തവും ഈ വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നന കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയുള്ള വെള്ളരി വർഗ്ഗ വിളകളെപ്പോലെ അത്രയും കീടരോഗബാധകൾ ഏൽക്കാറില്ല ഈ ചൗച്ചവന്. പക്ഷേ ചില രീതിയിലുള്ള കീടരോഗ ആക്രമണങ്ങൾ ഇതിനകത്ത് കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് വെച്ചാൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലാന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഇലയുടെ അടിയിലും കായ്കളിലും എല്ലാം പറ്റുന്ന കണക്കിന് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക്, അതായത് ഇപ്പം വേപ്പെണ്ണ എമൽഷൻ തളിച്ച് ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു സ്യൂഡോമോണസിൻ്റെ സ്പ്രേ കൊടുക്കാം. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചോട്ടിൽ ഒഴിച്ചും കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്യൂഡോമോണസ് കൊടുത്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബിവേറിയ കൊടുക്കാം. ബിവേറിയ കൊടുക്കുമ്പോഴത്തേക്കും കായീച്ചയുടെ നിയന്ത്രണം നമുക്ക് സാധ്യമാകും. അപ്പം ബിവേറിയയും ഇത് സ്യൂഡോമോണസ് പോലെ തന്നെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തടത്തിൽ ഒഴിച്ചും കൊടുക്കുക, കുറച്ച് സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കീടരോഗബാധ ഏൽക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചൗച്ചോ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു മൂട് മതി കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കറിക്ക് വേണ്ടിയിട്ട് ആഴ്ചയിലൊരു 2 ദിവസം നമുക്ക് തോരൻ വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചൗച്ചോ കൃഷി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.